പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, ജൂൺ 20ന് CPOയുടെയൊക്കെ എക്സാം ആണ് അല്ലെ, വുമൺ CPOയുടെയൊക്കെ എക്സാമിനേഷൻ ഉണ്ട്. അതിന് പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം, ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിന് ഉണ്ടാവും. അതിനകത്ത് BNS, നമ്മുടെ പഴയ IPSC ഒക്കെ മാറിയിട്ട് BNS, BNSS, BSA ഒക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഭാരതീയ ന്യായ് സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്തൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഇത് പ്രയോജനം ചെയ്യും. കണ്ട് കേട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക. എന്തായാലും ശനിയാഴ്ചത്തെ എക്സാം നിങ്ങൾക്ക് വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്താണ് BNS, ഭാരതീയ ന്യായ സംഹിത എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ പ്രധാന വിവരങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്നിട്ടുള്ളതാണ് പഴയ നിയമമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് അല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1860 നിലവിൽ വന്നതാണ് IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ്. ഈ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത അവതരിപ്പിച്ചത്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ടാണ് BNS അവതരിപ്പിച്ചത്. ഈ ബില്ല് അവതരിപ്പിച്ചത്, അതായത് പാർലമെന്റില് ഈ ബില്ല് BNS, ഭാരതീയ ന്യായ് സംഹിത എന്ന ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. ഇതിന്റെ ആദ്യ ബില്ല് അറിഞ്ഞിരിക്കണം, ആദ്യ ബില്ല് അവതരിപ്പിച്ചത് ഓർത്തിരിക്കണം 2023 ഓഗസ്റ്റ് 11. 2023 ഓഗസ്റ്റ് 11 ആദ്യ ബില്ല് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ പുതുക്കിയ രണ്ടാമത്തെ ബില്ല് 2023 ഡിസംബർ 12. പുതുക്കിയ ബില്ല് 2023 ഡിസംബർ 12 അവതരിപ്പിച്ചത്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ ഇത് പാർലമെന്റ് അംഗീകാരം നൽകിയത്, ഭാരതീയ ന്യായ് സംഹിത ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകിയത് ലോക്സഭ 2023 ഡിസംബർ 20. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭ, ഉപരിസഭയായ രാജ്യസഭ 2023 ഡിസംബർ 21 അംഗീകാരം നൽകി. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. അന്നത്തെ ഇപ്പോഴത്തെ രാഷ്ട്രപതി തന്നെയാണ്, ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഈ ബില്ലിന് അംഗീകാരം നൽകിയത്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നിലവിൽ വന്ന തീയതി തൊട്ടടുത്ത വർഷം 2024 ജൂലൈ 1 ഭാരതീയ ന്യായ് സംഹിത നിലവിൽ വന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഈ വിവരങ്ങളൊന്ന് മനസ്സിലാക്കാം അല്ലേ. നമുക്കറിയാം, പഴയ നിയമം 1860 നിലവിൽ വന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള നിയമമാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് നിലവിൽ വന്നതാണ് ഭാരതീയ ന്യായ സംഹിത. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ആദ്യ ബില്ല് അവതരിപ്പിച്ചത് ഓർത്തിരിക്കണം 2023 ഓഗസ്റ്റ് 11. രണ്ടാമത്തെ ബില്ല്, അതായത് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചു 2023 ഡിസംബർ 12. പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചത്, ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. തൊട്ടടുത്ത ദിവസം രാജ്യസഭ 2023 ഡിസംബർ 21 അംഗീകാരം നൽകി. ഡിസംബർ 25 ഓർത്തിരിക്കണം, ക്രിസ്മസിന്റെ അന്ന് 2023 ഡിസംബർ 25 അന്നത്തെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു എന്ത് ചെയ്തു, ബില്ലിന് അംഗീകാരം നൽകിയത്. ഇത് നിലവിൽ വന്ന തീയതി തൊട്ടടുത്ത വർഷം ജൂലൈ 1, 2024 ജൂലൈ 1. ഈ ജൂലൈ 1 ആകുമ്പോൾ 2 വർഷമാവും. അപ്പോൾ ഈ ജൂലൈ 1 ഭാരതീയ ന്യായ് സംഹിത ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ തന്നെ BNSും തമ്മിൽ ഘടനാപരമായിട്ടുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോഴേ ഓർത്തിരിക്കണം, IPCയിൽ ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ 23 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. IPCയിൽ 23 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ BNSൽ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും, 20 ചാപ്റ്റേഴ്സ് ആണുള്ളത്. BNSൽ ഭാരത ന്യായ സംഹിതയിൽ 20 ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ സെക്ഷൻസ് IPCയിൽ 511 സെക്ഷൻസ് ആണുള്ളത്. വകുപ്പുകൾ 511 IPCയിൽ.
അതുപോലെ തന്നെ BNS ആയപ്പോഴത്തേന് സെക്ഷൻസ് കുറയുകയാണ് ചെയ്തത്. 358 മാറി BNS അപ്പോൾ IPCയിലെ അധ്യായങ്ങളുടെ എണ്ണം 23, BNS 20. അതുപോലെ തന്നെ വകുപ്പുകൾ സെക്ഷൻസ് എന്ന് പറയുന്നത് 511 ആയിരുന്നു IPCയിൽ, BNS 358. ഇനി ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ IPCയിൽ, അതുപോലെ തന്നെ IPC അനുബന്ധിച്ച് IPCയെ ബന്ധപ്പെടുത്തി BNS വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളും പ്രത്യേകതകളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാമായിരുന്നോ രാജ്യദ്രോഹം, സെഡിഷൻ എന്ന് പറയുന്ന പഴയ IPCയിൽ 124A വകുപ്പിൽ പ്രതിപാദിച്ചിരുന്ന സെഡിഷൻ അഥവാ രാജ്യദ്രോഹം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി 124A. പകരം ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയാകുന്ന പ്രവൃത്തികളെ ശിക്ഷിക്കുന്ന പുതിയ വകുപ്പുകളാണ് ചേർത്ത്. വകുപ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ രാജ്യദ്രോഹം, സെഡിഷൻ എന്ന് പറയുന്നത് പഴയ IPCയിലെ 124A വകുപ്പ് പ്രകാരം ഉണ്ടായിരുന്നതാണ്. അത് പൂർണ്ണമായി ഒഴിവാക്കി. പകരം ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയാകുന്ന പ്രവൃത്തികളെ ശിക്ഷിക്കുന്ന പുതിയ വകുപ്പുകൾ ചേർത്ത്. അതുപോലെ തന്നെ തീവ്രവാദവും സംഘടിത കുറ്റകൃത്യങ്ങളും, ടെററിസം, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ക്രൈം എന്നിവ എന്ത് ചെയ്തു? സാധാരണ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ ആദ്യമായി കൃത്യമായി നിർവചിച്ചത് ഈ BNS-ലാണ്. തീവ്രവാദവും സംഘടിത കുറ്റകൃത്യങ്ങളും, ടെററിസവും ഓർഗനൈസ്ഡ് ക്രൈമും. ഓക്കെ. ഇനി അതുപോലെ തന്നെ മോബ് ലൈഞ്ചിങ് നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ റീസെന്റ് തന്നെ അല്ലെ, ആൾക്കൂട്ട ആക്രമണം. ജാതിയോ മതമോ അടിസ്ഥാനമാക്കി 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ നൽകാനുള്ള വകുപ്പ് എവിടെ ഉൾപ്പെടുത്തി? BNS, ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തി, മോബ് ലൈഞ്ചിങ്ങില്. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ്, ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷയ്ക്ക് പകരം എന്താണ്? സാമൂഹിക സേവനം എന്ന പുതിയ ശിക്ഷാരീതിയും ആദ്യമായിട്ട്. ചെറിയ കുറ്റങ്ങൾ, ആകെ 6 കുറ്റങ്ങൾക്കാണ് ഇതിൽ, അത് ഓർത്തിരിക്കണം, എണ്ണം അറിഞ്ഞിരിക്കണം. ചെറിയ കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ്, സാമൂഹ്യ സേവനം എന്ത് ചെയ്തു? നിർബന്ധമാക്കി. അതിൽ 6 കുറ്റങ്ങളാണ്. ഇനി അതുപോലെ തന്നെ കുട്ടി അഥവാ ചൈൽഡ് എന്ന നിർവചനം BNS പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. BNS വകുപ്പ് 2.3 പ്രകാരം 2(3) പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏത് വ്യക്തിയെയും കുട്ടിയായിട്ട് BNS നിർവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകളുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡുകളുടെ രേഖകൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി. പണ്ടൊന്നും ഈ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഡിജിറ്റൽ റെക്കോർഡുകളെയും അതല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളെയും രേഖകൾ എന്ന ഡോക്യുമെന്റ്സ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ BNS വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പഴയ IPC 124A വകുപ്പ്, അതായത് രാജ്യദ്രോഹം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി പണ്ട് IPCയിൽ പറഞ്ഞിരുന്നതാണ്. പകരം ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തിനും ഭീഷണിയാകുന്ന പ്രവൃത്തികളെ ശിക്ഷിക്കുന്ന പുതിയ വകുപ്പുകൾ ചേർക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ തീവ്രവാദവും സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ടെററിസവും ഓർഗനൈസ്ഡ് ക്രൈമും സാധാരണ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ ആദ്യമായിട്ട് കൃത്യമായിട്ട് നിർവചിക്കുന്നത് BNS-ലാണ്. അതുപോലെ തന്നെ മോബ് ലൈഞ്ചിങ്ങിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ജാതിയോ മതമോ അടിസ്ഥാനമാക്കി 5 അതിലധികമോ ആളുകൾ ചേർന്ന് കൊലപാതകങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ നൽകാനുള്ള വകുപ്പ് ഉൾപ്പെടുത്തി. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ്, ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹ്യ സേവനം നിർബന്ധമാക്കി. അത് 6 കുറ്റങ്ങൾക്കാണ്, 6 വരെ മീൻസ് ആകെ 6 കുറ്റങ്ങളെ ആകാൻ പാടുള്ളൂ ചെറിയ. അതേപോലെ ചൈൽഡ് എന്ന നിർവചനം, കുട്ടി എന്ന നിർവചനം വകുപ്പ് 2(3) പ്രകാരം 2(3) ആണ്. 2(3) പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏത് വ്യക്തിയും കുട്ടിയാണെന്ന നിർവചനം BNS എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകളും ഡോക്യുമെന്റ്സ് എന്ന വിഭാഗത്തിൽ, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഓർ ഡിജിറ്റൽ റെക്കോർഡുകളെല്ലാം എന്ത് ചെയ്തോ രേഖകൾ എന്ന വിഭാഗത്തിൽ ഡോക്യുമെന്റ്സിൽ BNS ഉൾപ്പെടുത്തി അറിഞ്ഞിരിക്കണം. ഓക്കെയാണ്. ഇനി നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഓർത്തിരിക്കണം, IPCക്ക് പകരമായി നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമം ചോദിച്ചു കഴിഞ്ഞാൽ BNS 2023 ആണ്. ഭാരതീയ ന്യായ സംഹിത 2023 ആണ്. 2024 ജൂലൈ 1 മുതലാണ് നടപ്പിലാക്കിയെങ്കിൽ പോലും ഭാരതീയ ന്യായ സംഹിത 2023 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജൂലൈ 1 ആണ്.
ഇനി ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ എത്ര അധ്യായങ്ങളും വകുപ്പുകളും ഉള്ളതെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചു. ചാപ്റ്റേഴ്സ് 20 എണ്ണമാണ്, 20 അധ്യായങ്ങളും സെക്ഷൻസ് 358 ആണ് അല്ലെ, 358 വകുപ്പുകളും. നമുക്ക് പഴയ ഇന്ത്യൻ പീനൽ കോഡില് ഏറ്റവും പ്രശസ്തമായ 302 വകുപ്പ്, അതായത് കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. അതില് പുതിയ BNS-ൽ എത്രാമത്തെ വകുപ്പാണ് അറിഞ്ഞിരിക്കണം. കൊലപാതകത്തിനുള്ള വകുപ്പ് BNS-ൽ എത്രാമത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 103 ആണ്. സെക്ഷൻ 103 ആണ് BNS-ൽ കൊലപാതകത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത്. ഇത് പഴയ IPC 302 ആണ്. IPC 302-ന്റെ പുതിയ നിയമത്തിലാണ് സെക്ഷൻ 103, അതായത് BNS-ൽ സെക്ഷൻ 103 ആണ് അറിഞ്ഞിരിക്കുന്നത്. 103 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നമുക്കറിയാം ചെറിയ കുറ്റകൃത്യങ്ങൾക്കായി ഭാരതീയ ന്യായ സംഹിതയിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷാരീതി നമ്മൾ പഠിച്ചു. 6 എണ്ണമാകാം അത് മാക്സിമം. കമ്മ്യൂണിറ്റി സർവീസ് ആണ് അല്ലെ, സാമൂഹിക സേവനമാണ്. അതുപോലെ തന്നെ BNS-ന്റെ വകുപ്പ് 2 ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. BNS-ന്റെ വകുപ്പ് 2-3 പ്രകാരം ചൈൽഡ് എന്ന് നിർവചിച്ചിരിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവയാണെന്ന് ചോദിച്ചാൽ 18 വയസ്സാണ്. അതുപോലെ തന്നെ കൂട്ടബലാത്സംഗ കേസുകളിൽ ഇരയെ മേജറായി കണക്കാക്കാനുള്ള പ്രായപരിധി പുതിയ നിയമത്തിൽ, അതായത് നമ്മുടെ BNS-ൽ 16-ൽ നിന്നും എത്രയായി ഉയർത്തി? 18ആയി. മുമ്പ് IPC പ്രകാരം കൂട്ടബലാത്സംഗ കേസിൽ ഇരയെ മേജറായി കണക്കാക്കാനുള്ള പ്രായപരിധി 16 ആയിരുന്നു. അത് 16-ൽ നിന്ന് എത്രയാക്കി? 18 ആക്കി. ഇനി ഓർത്തിരിക്കണം, രാഷ്ട്രപതി, ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്, രാഷ്ട്രപതി ഭാരതീയ ന്യായ സംഹിത ബില്ലിന് അംഗീകാരം നൽകിയ തീയതി നമ്മൾ അറിഞ്ഞിരിക്കണം. 2023 ഡിസംബർ 25 ആണ്. 2023 ഡിസംബർ 25. നമുക്കറിയാം പഴയ IPC 1860-ലൊക്കെ നിലവിൽ വന്ന ആ പഴയ IPC രൂപീകരണത്തിന് കാരണമായ ആദ്യ നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് മെക്കാളെ പ്രഭു ആണ്. പഴയ IPC രൂപീകരണത്തിന് കാരണമായ ആദ്യ നിയമത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പഴയ മെക്കാളെ പ്രഭു ആണ്. അത് മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. BNS-ൽ കൗണ്ടർ ഫീറ്റ് എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കപടാനുകരണം, കൗണ്ടർ ഫീറ്റ് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഓർത്തിരിക്കണം. BNS-ൽ 2 നമ്മൾ കുട്ടി എന്നതിനെ കുറിച്ചെന്ന് പറഞ്ഞു. 2 കുട്ടി എന്നതിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോ നമ്മൾ പറഞ്ഞു BNS-ലെ കപടാനുകരണം, അതായത് കൗണ്ടർ ഫീറ്റ്. ഈ കൗണ്ടർ ഫീറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത്. വകുപ്പ് 204 ആണ്. നമ്മൾ കുട്ടി എന്നതിനെ നിർവചിക്കുന്നത് 203 ആണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ തൊട്ടടുത്ത 204 ആണ് എന്ത്? കപടാനുകരണം, കൗണ്ടർ ഫീറ്റ് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, BNSS എന്ന് പറയുന്നത്, BNS നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിത എന്നുള്ളത്. BNSS എന്നുള്ളത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതായത് പഴയ CRPC ഉണ്ടല്ലോ, നമ്മുടെ IPC-യുടെ കൂടെയുള്ള CRPC-ക്ക് പകരം വന്നതാണ് BNSS എന്നുള്ളത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നതാണ് BSA, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നുള്ളത്. എന്താണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം CRPC-ക്ക് പകരം വന്നത്, IPC-ക്ക് പകരം BNS ഭാരതീയ ന്യായ സംഹിതയും ഒരു S കൂടെ ചേരുമ്പോൾ CRPC-ക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും നിലവിൽ വന്നു. BNSS നിലവിൽ വന്നു. ഇനി നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വകുപ്പുകൾ, അവയുടെ താരതമ്യമാണ്. അതിൽ ഒരെണ്ണമേ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം നോക്കുന്നത് IPC-യിൽ ഏത് വകുപ്പിലാണ് അത് പറഞ്ഞിരുന്നത്, ഇപ്പോഴത് ഏത് വകുപ്പിൽ പറയുന്നുണ്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ഇത് എക്സാമിന് ചോദിക്കും. ഈ സെക്ഷൻസ് അറിഞ്ഞിരിക്കണം ഏത് വകുപ്പാണെന്നുള്ള, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. അപ്പോൾ കുറ്റകൃത്യം അതല്ലേ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊലപാതകം, മർഡർ. ഈ മർഡർ എന്ന് പറയുന്നത്
IPC നമുക്കറിയാം, നമ്മൾ നേരത്തെ മനസ്സിലാക്കി സെക്ഷൻ 302 പ്രതിപാദിച്ചിരുന്നത്. ഓർത്തിരിക്കുന്ന സെക്ഷൻ 302 IPC കൊലപാതകം അഥവാ മർഡർ പ്രതിനിധാനം ചെയ്തിരുന്നത്. എന്നാൽ BNS ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 103 ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 103 അതിനകത്ത് ഇതിന്റെ വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കുറ്റമാണ് കൊലപാതകം എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ IPC സെക്ഷൻ 302 ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോഴത് BNS ഉൾപ്പെടുത്തിയത്. സെക്ഷൻ 103 വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കുറ്റമാണ്, അറിഞ്ഞിരിക്കണം. ഇനി ബാക്കിയുള്ള വകുപ്പുകളെ കുറിച്ചും അതുപോലെ തന്നെ അവയ്ക്കുള്ള ശിക്ഷയെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. കുറേയധികം വകുപ്പുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.